താമരശ്ശേരി അടിവാരത്ത് മാതാവിനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ മകൻ ആഷിഖിനെ കസ്റ്റഡിയിൽ വാങ്ങാനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. താമരശ്ശേരി കോടതിയിലാണ് പോലീസ് അപേക്ഷ നൽകുക. മാതാവ് സുബൈദയോടുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ആഷിഖ് പോലീസിന് മൊഴി നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നു. റിയാസ്, ഈ ഒരു സംഭവത്തിന് ശേഷം ലഹരിയിലായിരുന്ന ആഷിഖിൻ്റെ ചില മൊഴികൾ മാത്രമേ നമ്മളും കേട്ടിട്ടുള്ളൂ. പോലീസിന് നൽകിയ ചില മൊഴികൾ ഇപ്പോൾ ഈ പുറത്തു വരികയും ചെയ്യുന്നു. എന്നാലും വിശദമായ ഒരു മൊഴിയിലേക്കൊന്നും കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കസ്റ്റഡി അപേക്ഷയിലേക്കും കൂടി പോലീസ് നീങ്ങുന്നത്, അല്ലേ? തീർച്ചയായും കാളിദാസ്, നമ്മളെല്ലാം നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ഈ താമരശ്ശേരി അടിവാരത്തുള്ള സുബൈദ എന്ന് പറയുന്ന 53-കാരിയുടേത്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കിടപ്പിലായിരുന്ന, തളർന്നു കിടക്കുകയായിരുന്ന ആ ഉമ്മയെ സ്വന്തം മകൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു വളരെ ദയനീയമായ ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അത് തുടർന്ന് മകൻ ആഷിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രാഥമികമായി പോലീസ് മൊഴിയെടുത്തപ്പോൾ തന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പാക്കിയത് എന്നാണ് പോലീസിനോട് ആഷിഖ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ ഈ ആഷിഖിനായി കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കും. ഇന്ന് രാവിലെ താമരശ്ശേരി പോലീസ് യോഗം ചേർന്ന് എത്ര ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത ശേഷം മാത്രമായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുൻപാകെയാണ് ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. അതിനുശേഷം പ്രതിയുമായി വിശദമായ തെളിവെടുപ്പ് നടത്തും. തെളിവെടുപ്പ് പൂർത്തീകരിച്ച് വീണ്ടും ഒരു ചോദ്യം ചെയ്യലുണ്ടാകും. ആ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും തിരിച്ച് പോലീസ് വീണ്ടും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുബൈദയെ കാണാൻ വന്ന ആഷിഖ് ബാംഗ്ലൂരുവിലെ ഡി അഡിക്ഷൻ സെൻ്ററിലായിരുന്നു. ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ ആഷിഖ് ലഹരിക്ക് അടിമയായിരുന്ന ആഷിഖിനെ അതിൽ നിന്നും വിമുക്തി നേടാനാണ് ഉമ്മയായിട്ടുള്ള സുബൈദ തന്നെയാണ് ഈ മകനെ ബാംഗ്ലൂരുവിലെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. മകനെ എങ്ങനെയെങ്കിലും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, നല്ലൊരു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് ആ ഉമ്മ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ തളർന്നു കിടക്കുന്ന ഉമ്മയെ കാണാനെന്ന് പറഞ്ഞു വന്ന മകൻ അയൽവാസിയുടെ പക്കൽ നിന്നും ഒരു വെട്ടുകത്തി വാങ്ങുന്നു. ആ വെട്ടുകത്തി വാങ്ങിയതിന് അയൽവാസിയോടുള്ള കാരണമായി ആഷിഖ് പറയുന്നത്, തേങ്ങ വെട്ടാനുണ്ട്, ഒരു വെട്ടുകത്തി ഉണ്ടാകുമോ എന്ന് ചോദിച്ച് അങ്ങനെയാണ് ഈ കത്തി വാങ്ങുന്നത്. ആ കത്തി കൊണ്ടാണ് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു ക്രൂരമായ, വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതിനുശേഷം അറസ്റ്റിലായ റിമാൻഡിലായ ആഷിഖിനെ ഇന്നാണ് ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. അതൊരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എന്നുള്ള സൂചനകളാണ്. ഉച്ചയ്ക്ക് മുൻപുണ്ടാകുമോ എന്നറിയില്ല, പക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമെന്നൊരു സൂചനകൾ പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. കാളിദാസ്, അത് തന്നെയാണ്. എന്തായാലും വിശദമായൊരു മൊഴിയിലേക്ക് കടക്കാനുള്ളൊരു നീക്കം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൂടി ഉള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതിനിധിയും പറയുന്നത്. എന്തായാലും ആ ഒരു സംഭവം വലിയ അതിദാരുണമായൊരു സംഭവമാണ്. അതിനെ ചൊല്ലി അതിനുശേഷം വന്ന വിചിത്രമായ ആ ഒരു മൊഴിയും നമ്മൾ കേട്ടതാണ്. എത്രത്തോളം ലഹരി ഒരു മനുഷ്യനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ഒരു മൊഴി എന്നുകൂടി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത്.